ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഡേ എന്നെ കിട്ടി എനിക്ക് ഷോ അതായിരുന്നു ഏറ്റവും വലിയൊരു കടമ്പ. കിട്ടുമില്ലെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു, ബട്ട് കിട്ടി. 5:45 ഷോ ആണ് വൈകിട്ടത്തെ. നമ്മുടെ ഫിനിക്സിൽ, ബാംഗ്ലൂരുള്ളവർക്കറിയാം, ഫിനിക്സിലെ PVRൽ വെച്ചിട്ടാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ടു ബി ഓണസ്റ്റ്. ഹോപ്പ്, പ്രതീക്ഷ സാധനം ഞാൻ മാക്സിമം വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യനല്ലേ പിള്ളേ, അപ്പം എന്തായാലും അതൊക്കെ വരും. കാരണം സിനിമ തന്നൊരു ഹൈപ്പുണ്ട്, എന്തായാലും അതുണ്ട്. ഭയങ്കര എത്ര നാളായി അത് തുടങ്ങിയ അന്ന് മുതൽ തന്നെ എൻ്റെ പൊന്നെ കണ്ട് 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 എനിക്ക് നമ്മളെ പോലെയുള്ളവർക്കൊക്കെ എത്രത്തോളം ഉണ്ടാവും, അതെന്തായാലും ഉണ്ട്. പിന്നെ പോരാത്തതിന് നമ്മുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ളവരാണ് ക്രൂ ഫുള്ള്. ഇനിയിപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഇനിയിപ്പം കാസ്റ്റിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി, എല്ലാവരും ഒന്നിനൊന്നും മിച്ചായിട്ടുള്ള ആൾക്കാരാണ്. ഞാനാണെങ്കിൽ ഈ ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് ശരിക്കും പറഞ്ഞാൽ റിവ്യൂ പോലും ഞാൻ കണ്ടിട്ടില്ല. വേണ്ടെന്ന് വെച്ചിട്ടാ, അവിടെ ചെന്ന് കാണാം എന്താ സംഭവം എന്നുള്ളത് എനിക്ക് കണ്ടു തന്നെ അറിയണം. എൻ്റെ ഭർത്താവിനെ പറ്റിച്ചു ഗൈസ്, ഫിനിക്സ് അല്ല VR ആണ്. VR മോളിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഫിനിക്സ് എന്നാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇതിപ്പോൾ VR-ലെ, അതായത് PVR-ൻ്റെ തന്നെ മോളാണ്, അപ്പോൾ അതിൻ്റെ IMAX-ലാണ്. ഞാൻ ആക്ച്വലി ക്രൗഡ് പ്രതീക്ഷിക്കാതെയൊന്നുമില്ല, പക്ഷെ എന്നാലും സീറ്റ് കിട്ടാത്തതുകൊണ്ടൊരു വിഷമം. സാധാരണ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊക്കെ സീറ്റ് ഉണ്ടെന്ന്, ഇന്നിരിക്കാൻ സീറ്റ് കിട്ടില്ല, അതുകൊണ്ട് കുത്തനെ കയറിക്കുക. വന്നിരുന്നു, ഭയങ്കര തിരക്ക്, ഉച്ചത്തിൽ സംസാരിച്ച ആൾക്കാർക്ക് നമ്മളിരുന്നു. ഞാനിപ്പോൾ സിനിമ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു തീ അണഞ്ഞണഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാൻ സമയം വൈകാണ്ട് രാത്രിയായിട്ട് വരും ഇപ്പം എടുക്കാൻ വന്ന് വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു ഹൈപ്പിലാണ് പോകുന്നത്. ഹൈപ്പിൽ പോയിട്ട് ആ ഹൈപ്പിൻ്റെ സാധനം കിട്ടിയോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത് കിട്ടി. പ്രത്യേകിച്ച് ചില ഷോട്ട്സിലൊക്കെ ഭയങ്കരമായിട്ട് കിട്ടി. ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ കൈവിട്ടുന്നിട്ടായിരുന്നു. രണ്ട്, ഒരു പ്രതീക്ഷ ഒരു സാധനമുണ്ട്. അതായത് ഈ ഫിലിമിനെ ഏറ്റവും കൂടുതൽ ഇത്രയും എനിക്കൊരു ഇമ്പാക്റ്റ് തരാനുള്ള കാരണം രണ്ട് മെയിൻ കാര്യങ്ങളാണ്. ഒന്ന് സ്ക്രിപ്റ്റ്, രണ്ട് ഡയറക്ഷൻ. വേറെ ലെവൽ, ഒരു രക്ഷയില്ലാത്ത ലെവൽ സ്ക്രിപ്റ്റും ഡയറക്ഷനും കണ്ടവർക്ക് അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞത് ഞാൻ റിവ്യൂ നോക്കാണ്ടാണ് പോയത്. പകരം നമ്മൾ ഈ ന്യൂസിൽ കാണുന്നതും അതുപോലെ ഇങ്ങനെ കണ്ടിറങ്ങുന്നവരോട് ചോദിക്കുന്ന പരിപാടിയില്ല, അത് ഞാൻ കണ്ടിരുന്നു. പല അഭിപ്രായങ്ങളാണ് വന്നത്. എനിക്ക് അറിയുന്നത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഓക്കെ. ഈവൻ ഫാൻ ഷോപ്പിൽ കണ്ട ആൾക്കാരാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പം ഫാൻ ഷോപ്പിൽ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നല്ല എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കാൻ പോയത്. ഞാൻ ടു ബി ഓണസ്റ്റ് നല്ല എക്സ്പെക്ടേഷനിലാണ് പോയത്. കാരണം എന്ന് പറഞ്ഞാൽ മെൻഷനാണ്, നമ്മൾ ഇനി എത്ര എക്സ്പെക്ടേഷൻ വേണ്ട എന്ന് വെച്ചാലും വരും. പ്രത്യേകിച്ച് അത്രയും ഹൈപ്പ് കൊടുക്കുന്ന ഒരു മൂവി ആകുമ്പോഴത്തേക്കും. ആൻഡ് ഇതൊരു കൈൻഡ് ഓഫ് ലൈക്ക് എന്താ, ഒരു പാൻ ഇന്ത്യ മൂവി ടൈപ്പിൽ, അത് തന്നെയാണ്. നല്ല ബഡ്ജറ്റൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരിക്കലും ആ സിനിമ നമുക്ക് കാണുമ്പോൾ ഒരു നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കൊന്നും അറിയാമായിരിക്കും. നമ്മൾ ഈ സിനിമ അത്രയും കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിയായിരിക്കും. മലയാളം ഫിലിമാണ് വൺ ഓഫ് ദ മോസ്റ്റ് റിയലിസ്റ്റിക്. ഈ ഫിലിമില് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ഈ ഫിലിം ചെയ്തേക്കുന്നത്. എനിക്ക് കണ്ടപ്പോൾ അതാ മനസ്സിലായത്. ലൈക്ക് ഔട്ട് ഓഫ്, അത് ഈവൻ ലൂസിഫർ ആണെങ്കിൽ പോലും ലൂസിഫറിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്രത്തോളം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഡേ ടു ഡേ ലൈഫിലോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൽ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളെ അവരിങ്ങോട്ട് നമുക്ക് പറയുകയാണ്. അതായത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിൽ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നു ലൂസിഫറിൽ തന്നെ. ആൻഡ് ലൂസിഫർ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ എമ്പുരാനെക്കാട്ടിലും ലൂസിഫർ ആണ് ബെറ്റർ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാനിങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ അവർക്കത് വരാനുള്ള കാരണം എനിക്ക് തോന്നിയത്, ലൂസിഫർ കുറെ കൂടെ ഒരു പബ്ലിക് ഇതിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് കേരളത്തിൽ തന്നെ നെടുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പം സെയ്ദ് മസൂദ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ലൂസിഫറിന്റെ ഒരു ഒരു എന്താ പറയാ, ആ ഒരു ആരാണ് ലൂസിഫർ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വളരെ കുറച്ച് ഷോർട്സ് മാത്രമേ നമ്മൾ ലൂസിഫറിലുള്ളൂ. അത് തന്നെ തന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. ആൻഡ് അത് കൂടുതൽ ആളുകളിലേക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ സ്വീകാര്യത വരാനുള്ള കാരണം ഇത് തന്നെയാണ്. കൂടുതലും പബ്ലിക്കുമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഇന്ററാക്ഷൻ കുറച്ചുകൂടെ കൂടുതലായിരുന്നു ലൂസിഫറിൽ. അതേ പക്ഷെ നമ്മൾ എമ്പുരാനിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ലൈക്ക് ഒരു ഓൾമോസ്റ്റ് 90% ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ഇവർ ചെയ്തേക്കുന്നതും ചിന്തിച്ചിരിക്കുന്നതും. സ്ക്രിപ്റ്റിൽ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ട് തോന്നാം. ബട്ട് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും യെസ്, ഒബ്വിയസ്ലി ദിസ് ക്യാൻ ബി റിയലിസ്റ്റിക്, ഇങ്ങനെയൊക്കെ തന്നെ ആവാം ലോകത്തിൽ എന്നുള്ളത്. കുറേ കാര്യങ്ങൾ അതിൽ എടുത്തു പറയാനുള്ള കുറേ പോയിന്റ്സ് ഉണ്ട്, അത് ഞാൻ പറയാം. ഈ ഫിലിമിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രോ വരെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ലാലേട്ടന്റെ ഇൻട്രോ ആണെങ്കിലും ഒരു മൂവിയുടെ ഇൻട്രോ എന്ന് പറയുന്ന സാധനം അസാധ്യം. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മൂവി ഏറ്റവും കൂടുതൽ മുന്നോട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടുവന്ന ഫസ്റ്റ് ഹാഫ് ആണ്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്.
ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് ഈ മൂവിയുടെ ഏകദേശം ആ ഒരു ഇത് ഇരിക്കുന്നത്. മോഹൻലാലിന്റെ ഇൻട്രോ ഷോട്ട് ഓയോ ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ശരിക്കും കോരിത്തരിക്കും. നമ്മൾ ഇപ്പൊ ലാലേട്ടൻ ഫാൻ ആണോ അല്ലയോ അതൊന്നും ഇവിടെ മാറ്റർ അല്ല. ഒരു ഹീറോയിന് ആ ഒരു മൂവിയുടെ ഒരു മെയിൻ ക്യാരക്ടറിന് ഇൻട്രോ കൊടുക്കാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ബൈ ഗോഡ്. മുരളി ഗോപിയുടെ ഒബ്വിയസ്ലി നമ്മൾ അദ്ദേഹത്തിന്റെ ലൂസിഫർ കണ്ടപ്പോൾ തന്നെ എന്താണ് തല എന്നുള്ളത് നമുക്കറിയാം. ഇവൻ അതിന് മുന്നേയും ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ലൂസിഫർ ആസ് ആൻ എക്സാമ്പിൾ എടുത്തതാണ്. പിന്നെ പൃഥ്വിരാജിന്റെ ആണെങ്കിലും ഡയറക്ഷൻ സ്റ്റൈൽ അതിൽ തന്നെ കണ്ടതാണ് ലൂസിഫറിൽ. സോ ഒബ്വിയസ്ലി എമ്പുരാനിൽ അതൊന്നും താഴോട്ട് എന്തെങ്കിലും പോവില്ല എന്നുള്ളത് നമുക്കൊരു ആഗ്രഹവും പ്രതീക്ഷയും തന്നെയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് പൃഥ്വിരാജിന്റെ നല്ല കിടക്കാച്ചി ഡയറക്ഷനാണ്. അതായത് ഓരോ ഇങ്ങനെ ആംഗിൾ ഉണ്ടല്ലോ, അതിമനോഹരം. ആൻഡ് അതിന് ഇത്രയും ഒരു സപ്പോർട്ട് കൊടുക്കുന്ന അടുത്തൊരു വലിയ സാധനം സിനിമാറ്റോഗ്രാഫി. മൈ ഗോഡ്, സുജിത് വാസുദേവൻ, ഹാറ്റ്സ് ഓഫ് ടു യു സർ. ശരിക്കും കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമാണ്. ഇപ്പം ലൂസിഫർ എമ്പുരാൻ ഒബ്വിയസ്ലി, എസ്ര ആണെങ്കിലും പിന്നെ ജെയിംസ് ആൻഡ് ആലിസ്, അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ മിക്കല്ല അദ്ദേഹത്തിന്റെ ഏകദേശം എല്ലാ സിനിമകളും ഓൾറെഡി പുള്ളി നല്ല എന്താ പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ മൂവിയിലും ഒരു തട്ടുപോലും താഴാണ്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി. പിന്നെ മഞ്ജു വാര്യറിനെ ഞാൻ ആസ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് തോന്നിയിരുന്നു എമ്പുരാനിൽ എനിക്ക് തോന്നും മഞ്ജു വാര്യറിന് കുറച്ചുകൂടെ എന്താ പറയാ അത്രത്തോളം പുറകോട്ടാക്കില്ല, അല്ലെങ്കിൽ അത്ര ഹൈപ്പ് കൊടുക്കേണ്ടാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കില്ല എന്നെനിക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെയാണ് കേട്ടോ മൂവിയിലും അതേമാതിരി തന്നെയാണ്. ടൊവിനോ ഒബ്വിയസ്ലി അത് ഭയങ്കര നല്ല ട്വിസ്റ്റ് ആണോന്ന് ചോദിച്ചാൽ ട്വിസ്റ്റ് ആണ്. ബട്ട് എനിക്കൊന്നും പല ആൾക്കാർക്കും അത് മനസ്സിലായി തോന്നി. ഞാൻ അതിനെപ്പറ്റി പുള്ളിയുടെ പെർഫോമൻസ് ഏതൊക്കെ എന്തിലൊക്കെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഗംഭീരമായിട്ട് തന്നെ പുള്ളി കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഓരോ ലൈക്ക് ക്യാരക്ടേഴ്സ്, അതിപ്പോൾ വില്ലൻ ക്യാരക്ടേഴ്സ് ആണെങ്കിലും മെയിൻ ഹീറോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഈവൻ അല്ലാന്നുണ്ടെങ്കിൽ അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാരക്ടേഴ്സിൽ വരുന്ന എല്ലാ ആൾക്കാരും അതിൽ ഓരോന്നായിട്ടാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഞാൻ അത് വളരെ കുറച്ച് മൂവീസിലെ കണ്ടിട്ടുള്ളൂ. ലൈക്ക് പ്രത്യേകിച്ച് ഇതുപോലത്തെ മൂവീസിലൊക്കെ പൊതുവേ ഈ ഹീറോയുടെ എൻട്രി ആണെങ്കിലും വില്ലന്റെ എൻട്രി ആണെങ്കിലും കിടിലമായിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഈ മൂവിയിൽ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാ ക്യാരക്ടേഴ്സിനും അതായത് ഒരു ഇപ്പം ഡയലോഗ് വിത്ത് ഡയലോഗ് ഒരു വിത്തൗട്ട് ഡയലോഗ് ഇമ്പാക്റ്റ് ഉള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഇവർ നല്ല ഹൈപ്പിലുള്ള ഒരു എന്താ പറയുക ഇൻട്രോ അല്ലെങ്കിൽ ഹൈപ്പിലുള്ള ഒരു എന്താ പറയുക സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഊശനാണെങ്കിലും മ്യൂസിക് എല്ലാം ചെയ്തേക്കുന്നത് ദീപക് ദേവാണ്. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കുഞ്ഞു ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടറിന്റെ ഒരു ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസിൽ അവർ വിത്ത് ബാക്ക്ഗ്രൗണ്ടും ആൻഡ് സിനിമാറ്റോഗ്രഫിയിലൂടെയും ക്യാമറ ആംഗിൾ വെച്ചിട്ടാണെങ്കിലും സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൂവി ഒബ്വിയസ്ലി ഇതിന്റെ ഒരു ജോണർ അറിയായിരിക്കുമല്ലോ. അപ്പൊ ആ ജോണർ വെച്ചിട്ട് അവർക്ക് ഈ പറയുന്ന നമുക്കിപ്പോൾ ഇന്ത്യക്കുള്ളിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അതായത് ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഭാഗത്തും മെയിൻലി നമ്മൾ പൃഥ്വിരാജിന്റെ ഭാഗത്ത് തന്നെ നോക്കണം. അദ്ദേഹത്തിന്റെ ഇതിലുള്ള എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ. ഹാറ്റ്സ് ഓഫ്. കാരണം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയാം, ഈ നമ്മൾ അതിന് മുന്നേ ഉള്ള ട്രെയിലറിൽ അല്ലെങ്കിൽ പല ഇതിന്റെ ലൈക്ക് പ്രസ് മീറ്റോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എന്ത് ഇതാണെങ്കിലും ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിവീൽ ചെയ്യാത്ത ആൾക്കാർ അത് ഇത് അങ്ങനത്തെ കുറേ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കരുത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ വേറൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ കമന്റിൽ കണ്ടത് ഈ സാധനം പറയരുത്. കാരണം അങ്ങനെ ഒരു ഇതില്ല. അത് എനിക്കിതൊന്നും മനസ്സിലായൊരു കാര്യമേ അതാണ്. നമ്മൾ നേരത്തെ ഈ പ്രഡിക്ഷൻസും കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും അങ്ങനെ അതിലോട്ട് എത്തണമെന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനത്തെ മൂവീസ് ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്തോളെ നമ്മൾ വേറെ ലെവലിലൊക്കെ ചിന്തിച്ചാൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്നും ചിന്തിക്കാണ്ട് പോയിരുന്ന് കാണുക എന്നുള്ളതാണ് മെയിൻ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ആൾക്കാർക്ക് കൂടുതലും ഇപ്പം എന്താ പറയുക അധികം ഒരു ഇമ്പാക്റ്റ് വന്നില്ല എന്ന് പറയുന്ന ആളുകളിൽ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ആദ്യമേ എന്തോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പോകും. പക്ഷെ എന്നാൽ ഒരിക്കലും ഒരു നോർമൽ മലയാളം മൂവിയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് എമ്പുരാനിൽ ചെയ്തേക്കുന്നത്. എമ്പുരാൻ ഒരു നോർമൽ മലയാളം മൂവി അല്ല. അതെനിക്ക് 100% എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. ആൻഡ് ഇതൊരു മൂവി തിയേറ്റർ എക്സ്പീരിയൻസ്, വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ആ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഒരുപാട് അനാവശ്യ എഡിറ്റിങ് മറ്റേ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും അങ്ങനെയൊന്നും വലുതായിട്ട് ഇല്ല ഇതിൽ കൂടുതൽ അവർ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. നമുക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി ചെയ്ത പോലെ അല്ലെങ്കിൽ ഇല്ലാത്തത് നമ്മൾ ഫാന്റസൈറ്റിക്കലായിട്ട് അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ല ശരിക്കും. പിന്നെ എൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, അത് എൻ്റെ ഹസ്ബൻഡിനൊന്നും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമായി. ആൻഡ് ബീങ് എ മോഹൻലാൽ ഫാൻ ഒബ്വിയസ്ലി ഇഷ്ടമാവും. ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ പുള്ളിക്കാരൻ നല്ല ഇഷ്ടമായി. അപ്പം പുള്ളിക്കാരൻ അത് തോന്നിയില്ല ഞാൻ ഈ പറയുന്ന കാര്യം. പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ 2-3
3 സീൻസ് എന്തിനാണ് അവിടെ വന്നതെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അങ്ങനെ വരണോ? വെറുതെ കുത്തിക്കയറ്റിയ പോലെ അങ്ങനെ തോന്നി. പിന്നെ ഞാൻ അത്ര ആക്ഷൻ മൂവി എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. ഒരുപാട് അങ്ങനെ എൻജോയ് ചെയ്തിരുന്ന ഒരു പണ്ട് തീരെ അല്ലായിരുന്നു. ഈ കുറച്ചൊരു 3, 4 വർഷത്തിനിടയ്ക്കാണ് ഞാൻ എന്താ സിനിമയോടുള്ള ഇഷ്ടക്കൂടുതലുകൾ കാരണം ജോൺർ നോക്കാണ്ട് തന്നെ പോയി കാണുന്നത്. അപ്പം ആക്ഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമല്ലെങ്കിൽ കൂടെ എനിക്ക് ഈ മൂവിയിൽ ആക്ഷൻസ് ഇച്ചിരി കൂടിപ്പോയി എന്ന് തോന്നി. അതായത് ഏകദേശം ഒരു 10 മിനിറ്റോളം ആക്ഷൻസ് ഉള്ള സീനുകളുണ്ട്. ഓക്കെ. എല്ലാ ആക്ഷൻ സീനുകളും അല്ല, ഷോർട്ടല്ല. എന്നാലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കിങ്ങനെ 10 മിനിറ്റ് ഇങ്ങനെ അടിയും കണ്ടോണ്ടിരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനത്തെ ആളാണ് ഞാൻ. പിന്നെ വേറൊരിത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം. ഏതോ ഒരാള് നമ്മുടെ ഈ റിവ്യൂവിൽ ഇത് കണ്ടതാണ്. റിവ്യൂ ഇൻ ദ സെൻസ് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പറഞ്ഞു കണ്ടതാണ്. മോഹൻലാലിന് 8 ഡയലോഗൊക്കെ ഉള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്ന് ഡയലോഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് ഈ മൂവി കാണുമ്പം ശരിക്കും മൂവി മനസ്സിലാക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഒരു സിനിമയ്ക്ക് ഡയലോഗ് ലൈക് ത്രൂ ഔട്ട് ഡയലോഗ്സ് വേണം, ഡയലോഗ് ഡെലിവറി തന്നെ വേണം എന്നുള്ളത് ഒന്നുമില്ല. സ്ക്രീൻ പ്ലേ എങ്ങനെയാണ് എന്നുള്ളതാണ് മെയിൻ. സ്ക്രിപ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്ക്രീൻ പ്ലേ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു മൂവിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ബാക്കി ഡയലോഗ് അനാവശ്യമായിട്ട് ഡയലോഗ് അടിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ആവശ്യത്തിന് മാത്രം അവിടെ പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉള്ളത് നല്ല ക്ലിയറായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഒരു ഇതും ഇല്ലാണ്ട് നല്ല ഇതിൽ തന്നെ പോയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി ഇല്ല ഈ മൂവിക്ക്. സത്യം. സാധാരണ നമ്മളൊരു സിനിമയിൽ ഒത്തിരി ഡയലോഗ്സ് ഇങ്ങനെ കാണും. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെയാണ് പണ്ടത്തെ ഇപ്പം നരസിംഹം പോലെയുള്ള മൂവീസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒറ്റ ഷോട്ടിൽ തന്നെ ഒരു വലിയ ലോങ് ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് ഒക്കെ പറഞ്ഞ് ഞെട്ടിച്ച എന്താ വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പൊ ആൾക്ക് പക്ഷേ ഈ സിനിമയിൽ അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ ക്യാരക്ടറിന് അങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് ലാലേട്ടനല്ലേ പണ്ട് ഇത്രയൊക്കെ ചെയ്ത് പുള്ളിക്ക് ലെങ്തി ഡയലോഗ്സ് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അത് ഒരിക്കലും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സിനിമയിൽ ആവശ്യത്തിനുള്ള ഡയലോഗ്സേ ഉള്ളൂ. അതിപ്പോ മോഹൻലാലിന് മാത്രമല്ല അതിലെല്ലാവർക്കും ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ആക്ഷൻസ് ആണ്. ഐ മീൻ ബാക്കിയെല്ലാം വിത്തൗട്ട് ഡയലോഗുള്ള കാര്യങ്ങളാണ്. കൺവേ ആവുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അത്രേ ഉള്ളൂ. പിന്നെ ഒരു മൂവിയായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ഇപ്പം ഞാൻ ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് ചെയ്യണമെന്ന് വെച്ചാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഇതിൽ പറയാം. ഇപ്പൊ ഒരുപാട് ഇങ്ങനെ കോൺട്രവേഴ്സികൾ ഇപ്പൊ മാർക്കോ കണ്ടിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇതായി ചില വേറെ സിനിമ കണ്ടിട്ട് ഇങ്ങനെ തോന്നി അങ്ങനെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് റിയലിസ്റ്റിക് ആയ ആൾക്കാർ പറയും അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയും. ഇനി റിയലിസ്റ്റിക് സംഭവങ്ങൾ കുറച്ചിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു ധൂം ധൂം എന്നുള്ള ലെവലിൽ കുറച്ച് സ്ലോ മോഷനോ അങ്ങനത്തെ കിടളം ഹൈ ലെവൽ എഡിറ്റിംഗ് കാര്യങ്ങളും കുത്തിക്കയറ്റിയ ആൾക്കാർ പറയും അത്ര റിയലിസ്റ്റിക് ആയിരുന്നു. ആക്ച്വലി നിങ്ങൾക്ക് എന്താ വേണ്ടേ? നമ്മൾ സിനിമയെ ശരിക്കും ഒരു സിനിമയായിട്ട് മാത്രം കാണുക. അതായത് ഒരു എന്റർടൈൻമെന്റ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു വലിയ ക്രൂവിന്റെ എന്താ പറയാ ഒരുപാട് ആളുകളുടെ എഫേർട്ടാണ് ഒരു സിനിമ എന്ന് പറഞ്ഞത്. ഫ്ലോപ്പ് ആവുന്നതും ഫ്ലോപ്പ് അല്ലാതെ ആവുന്നതൊക്കെ ഡിപ്പെൻസ്. ഈ മാർക്കോ കണ്ട് ഒരുപാട് ഹൈപ്പ് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് പിന്നീട് അതിന് കുറ്റം പറഞ്ഞത്. അതുപോലെ തന്നെയുള്ളൂ എമ്പുരാനെ ഒരുപാട് ഹൈപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അതേ ആൾക്കാർ തന്നെയാണ് അതിന് വലിയ ഇതായിട്ട് കൊടുക്കാത്തത്. പിന്നെ ഓരോരുത്തരുടെ ഇറ്റ് ഇസ് ഡിഫറെന്റ്, ഒപ്പീനിയൻസ് ആർ ഡിഫറെന്റ്. ബട്ട് സ്റ്റിൽ എനിക്കിതിങ്ങനെ പറയണം തോന്നി. നമ്മളിങ്ങനെ എന്താ പറയുക ഒരു സിനിമ ഒരു സിനിമ പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കാണാൻ പറ്റും, അല്ലെങ്കിൽ കിട്ടും, അങ്ങനത്തെ ഒരു ഇമ്പാക്ട് കിട്ടും. നിങ്ങൾ ഈ മൂവി അങ്ങനെ കണ്ടാൽ മതി. ഇപ്പം ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ, ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ, പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ പിന്നെ അത് പറഞ്ഞപ്പോഴാണ് നൈല ഉഷ, ഞാൻ അത് എടുത്തു പറയണം കേട്ടോ. എനിക്ക് നൈല ഉഷ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല, ഐ ലവ് ഹർ, ഐ ജസ്റ്റ് ലവ് ഹർ. പുള്ളിക്കാരത്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പുള്ളിക്കാരത്തിയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ് സത്യം. ആൻഡ് അവർ ഒരു 2 വർഷം മുന്നേ ഒരു ഇന്റർവ്യൂസിൽ പറയുമായിരുന്നു ഇനിയിപ്പം ലൈക്ക് എന്താ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരാനായിട്ട് ഐം ലൈക്ക് വെയിറ്റിംഗ് ടു സീ ദാറ്റ്. അപ്പം അതിലിപ്പോൾ എൻ്റെ ആവശ്യമില്ല, എനിക്കറിയില്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറിന് അത്ര പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു, ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു നോ, എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലിപ്പം അവർ പറയുന്നുണ്ട് നൈല ഉഷയ്ക്ക് ലൂസിഫറിൽ ഒരു ഒറ്റ സീൻ മാത്രമേ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടുള്ളൂ, മറ്റേ യു ഹാവ് എ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീൻ. അത് തന്നെ വലിയൊരു റീസൺ ആണ് ആ ഒരു പാർട്ട് എമ്പുരാനിൽ കൊണ്ടുവരണം എന്നുള്ളത്. കാരണം അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. എമ്പുരാനിൽ ലൂസിഫർ 1ന്റെ സെക്കൻഡ് പാർട്ടായിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്, അല്ലാതെ അതും ഇതും ഒരു ബന്ധമില്ലാത്ത രീതിയിലൊന്നുമല്ല, സെക്കൻഡ് പാർട്ടായിട്ട് തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യതിചലിച്ച് സ്റ്റോറിയിൽ കുറച്ച് എന്താ പറയുക എക്സ്ട്രാ ഫിറ്റിങ്സ് കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി എന്നാലല്ലേ നമുക്ക് അടുത്ത ടൈലന്റ് ഇടാൻ പറ്റുള്ളൂ. ടൈലന്റ് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വരണം, അതും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആസ് എ ഹോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നെഗറ്റീവ് പറയാൻ വളരെ മൈന്യൂട്ട് ആരും പെർഫെക്റ്റ് അല്ല. കണ്ണ് തട്ടാണ്ടിരിക്കും, 1-2 എന്തെങ്കിലുമൊക്കെ ഡിലേ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എല്ലാവരും കാണുക. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂർ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയത്.
ഞങ്ങൾ ഇത് ഇറങ്ങി ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ തുടങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത്. ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് വലുതായിട്ട് ഇല്ലായിരുന്നു. ടിക്കറ്റൊക്കെ തീർന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. നാട്ടിൽ അങ്ങനെയല്ലല്ലോ. നാട്ടിൽ ലൈക്ക് പീപ്പിൾ വെയർ ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ്സ് പോലും ഇല്ലായിരുന്നു. പക്ഷേ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലുള്ളപ്പോൾ തന്നെ പോയി കാണുക. കാരണം തിയേറ്റർ എക്സ്പീരിയൻസസ് വേറെ ലെവലാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണണം. എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. ഇഷ്ടപ്പെടുന്നതും പെടാത്തതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതാണ്. പക്ഷെ ഇഷ്ടപ്പെടുമെന്ന് ഞാനിങ്ങനെ വാക്ക് തരും അങ്ങനെയൊന്നുമില്ല. ബട്ട് ഒത്തിരി അനാവശ്യ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് ഓക്കെ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്ര ഒരു വലിയ ബഡ്ജറ്റിലൊരു മൂവി ഇറക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള ലെവലിൽ പോയി കാണുവാണെങ്കിൽ ഇറ്റ്സ് 100% ഷുവർട്ടി നല്ല മൂവി, കിടിലം മൂവി. ആൻഡ് മോഹൻലാൽ പിന്നെ എടുത്ത് പറയണ്ടല്ലോ ലാലേട്ടനെ പറ്റി. ഞാൻ ആദ്യം പറഞ്ഞില്ല. ലാലേട്ടനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഹി ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ് എപ്പോഴത്തെയും പോലെ തന്നെ. ആൻഡ് പുള്ളിയുടെ ഒരു തിരിച്ചു വരവ് അങ്ങനെയില്ല. പുള്ളിയുടെ എപ്പോഴത്തെയും എല്ലാ മൂവീസിലും പുള്ളിയുടെ ആക്ടിങ്ങിലൊന്നും ഒരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ടൈം, യുനോ ആ മൂവിയുടെ ഇത് അത് കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും ഒരാൾ അതേ രീതിയിൽ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല. മമ്മൂക്കൊക്കെ ഇടയ്ക്ക് കുറച്ച് നാൾ ഇതില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു മറ്റേ കണ്ണൂർ സ്ക്വാഡ് അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഉള്ള 1-2 മൂവി മുതലാണ് പുള്ളി പിന്നെ പോയത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇവരൊക്കെ പണ്ട് മുതലേ പണ്ടേ ലെജൻഡായി മാറിക്കഴിഞ്ഞ ആക്ടേഴ്സാണ്. സോ ഒബ്വിയസ്ലി ഇപ്പോഴും വരുമ്പോൾ ആ സ്ക്രീൻ പ്രസൻസ് അങ്ങനെ തന്നെ ലെവലിൽ നിൽക്കും. ആൻഡ് പൃഥ്വിരാജ് ആൻഡ് മോഹൻലാൽ തമ്മിലുള്ള അതായത് അവരുടെ കോമ്പിനേഷൻ സീൻസ് ഗംഭീരം. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുകളിൽ ഒന്നായിരുന്നു ഇവരുടെ കോമ്പിനേഷൻ സീൻ. എടുത്തേക്കുന്ന രീതിയാണ്. അത് എന്ത് സീനാന്നുള്ളത് അല്ല നിങ്ങൾ കാണും. പക്ഷെ എടുത്തേക്കുന്ന രീതി ഓ മൈ ഗോഡ്, എനിക്കിങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വന്നു. രണ്ടുപേരും ഇങ്ങനെ അടുത്ത് നിന്നിട്ട് അവർ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പോയിക്കുന്ന രീതി ഇറ്റ് വാസ് സൂപ്പർ. ശരിക്കും സൂപ്പർ ആയിരുന്നു. ആൻഡ് മമ്മൂട്ടി എന്ന് വരുന്നു സോറി മോഹൻലാലിന്റെ ഓരോ എൻട്രി സീനുകളുണ്ടല്ലോ. ഇൻട്രോ പിന്നെ അതിഗംഭീരം. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ എൻട്രി സീനുകളും അത് ഞാൻ പറഞ്ഞേ ഒരിക്കൽ മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. ഹൈപ്പിലുള്ള എൻട്രി സീനുകളാണ് കൊടുത്തോണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഓവർ ആയോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത്ര ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. ആൻഡ് റെസ്റ്റ് ദിസ് ഇസ് ഹിസ്റ്ററി. ഒബ്വിയസ്ലി ഇതെന്തായാലും ലൈക്ക് മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു മൂവി തന്നെയായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇനിയിപ്പം ലാലേട്ടൻ വരാൻ പോകുന്ന തുടരും. അതിനെനിക്ക് ലിറ്ററലി എക്സ്പെക്ടേഷൻ ഉണ്ട്. ട്രെയിലർ കണ്ടു തീർച്ചയായിട്ടും. പക്ഷെ അല്ലാത്ത പക്ഷം എന്തോ ഒരു 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 ആ സിനിമ കാണണം അല്ലെങ്കിൽ ആ സിനിമ അത് എന്തോ ഒന്ന് ഒരു ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. ടച്ച് വുഡ് അങ്ങനെ ആയിരിക്കട്ടെ. നല്ല നല്ല മൂവികൾ ഇറങ്ങട്ടെ അല്ലേ. ഓക്കെ, അപ്പം എല്ലാവരും പോയി കാണുക. ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.